നാം ടെക്നോളജിയുടെ ലോകത്താണ്. ടെക്നോളജിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെ നാം എത്ര പ്രൊഫഷണലി സ്കിൽഡായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, ഇനി അതല്ല നല്ലൊരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, നമുക്ക് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കരസ്ഥമാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് പുതിയ ടെക്നോളജിയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് AI ടെക്നോളജിയെക്കുറിച്ച്. നമ്മൾ ഒരിക്കലും പുതിയ ടെക്നോളജിയിൽ നിന്ന് മാറി നിൽക്കരുത്. പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ആ ടെക്നോളജികൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അറിവ് കരസ്ഥമാക്കാനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു ഉണ്ടാവണം. അതിനുശേഷം അത്തരം ടെക്നോളജികൾ എങ്ങനെയാണ് ബിസിനസ്സിന് ഉപയോഗപ്പെടുന്നത് എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും തയ്യാറാവണം. പ്രത്യേകിച്ച് AI തന്നെ ഒരുപാട് ടൂളുകളും പ്ലാറ്റ്ഫോമുകളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ പല പ്ലാറ്റ്ഫോമുകളും പല ടൂളുകളും നമ്മുടെയൊക്കെ ബിസിനസ്സിന് ഒരുപാട് സ്പീഡ് കൂട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ടൂളുകളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് അറ്റ്ലീസ്റ്റ് മിനിമം ലെവലിൽ എല്ലാവരും എന്താണ് ChatGPT എന്ന് പഠിക്കണം. എന്താണ് ChatGPT, ChatGPTയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ ChatGPT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലിയെയും ബിസിനസ്സിനെയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ChatGPTയിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രോംപ്റ്റുകൾ ഉണ്ടാക്കേണ്ടത് എന്ന് പഠിക്കണം. പ്രോംപ്റ്റാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ കൊടുത്താലാണ് എത്തരത്തിലുള്ള ഏറ്റവും നല്ല ഡാറ്റകൾ ChatGPTന്ന് കിട്ടുന്നതെന്ന് പഠിക്കണം. അപ്പോൾ ChatGPTയുടെ ഫങ്ഷൻസിൽ ഒരു പഠനം, അതിനുവേണ്ടി പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷണലായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫൈലിലായിക്കോട്ടെ വലിയ മാറ്റങ്ങൾ അത് ഉണ്ടാക്കും. അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ വലിയ ചേഞ്ച് അതിൽ ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.